മഴക്കോളുണ്ടെന്ന് തോന്നുന്നു അല്ലെന്ന് തോന്നുന്നു. ആക്ച്വലി ഞാൻ കണ്ണാടി വെച്ചോണ്ട് എനിക്ക് മഴക്കോളുണ്ടെന്ന് തോന്നിയില്ല. സത്യത്തിൽ അത്ര വലിയ മഴക്കോളൊന്നും ഇല്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു കൂളിംഗ് ഗ്ലാസ്സേ ഉള്ളൂ. അയ്യോ ദാരിദ്ര്യം. അപ്പോൾ ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ടൈനി വ്ളോഗ്സ്. അപ്പം ഇത് കുറേ നാൾക്ക് മുമ്പ് എടുത്തു വെച്ച ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഞാൻ ഏകദേശം ഇപ്പോൾ കണ്ടോ ഡേറ്റ് എഴുതി കാണിച്ചിട്ടപ്പോൾ 1 വർഷം ആവാൻ പോകുന്നു. ഭയങ്കര മടിയായതുകൊണ്ടായിരിക്കാം, പിന്നെ കുറേ തിരക്കുകളൊക്കെ ആയതുകൊണ്ടും ഒക്കെ വീഡിയോസൊക്കെ ഇടുന്നത് വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളുടെ ചാനലൊന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കാമെന്ന്. അങ്ങനെ വീണ്ടും നമ്മളിവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ യാത്ര എന്ന് പറയുന്നത് പോണ്ടിച്ചേരിയിലോട്ടായിരുന്നു, ബൈ റോഡ്. അപ്പം ഞങ്ങളുടെ കാറിൽ ഫസ്റ്റ് ലോങ് ഡ്രൈവ് ആണിത്. അപ്പോൾ ഞങ്ങൾ കൊല്ലത്തുനിന്ന് പോണ്ടിച്ചേരിയിലോട്ട് തെങ്കാശി, തൃച്ചി, മധുര ആ റൂട്ടിലാണ് പോയത്. അപ്പം ഞാൻ, ഹസ്ബൻഡ്, അനിയൻ, പിന്നെ അമ്മ, പിന്നെ ഞങ്ങളുടെ മോൻ, ഞങ്ങൾ ഇത്രയും പേരായിരുന്നു തിരിച്ചത്. അപ്പോൾ ഒരു വെളുപ്പിന് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നമ്മുടെ തെന്മല ആ റൂട്ട് വഴി നമ്മൾ തെങ്കാശി ആ റൂട്ടാണ് പോയത്. എല്ലാം ഞങ്ങൾ നല്ല പ്ലാൻഡൊക്കെ ആയിട്ടാണ് പോയത്. ബിക്കോസ് റോഡല്ലേ, ബൈ റോഡ് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, കൊച്ചിനെ കൊണ്ടൊക്കെ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അത്യാവശ്യം കഴിക്കാനുള്ള ഫുഡും, ഇൻ കേസ് എവിടെയെങ്കിലും പെട്ടുപോകുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫുഡൊക്കെ വേണ്ടേ. പിന്നെ റോഡ് ഒന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഈ പോകുന്ന റൂട്ടിൽ നമ്മുടെ ആര്യങ്കാവ് ആ റൂട്ടൊക്കെ പോകുന്ന സമയത്തേ ഉള്ളായിരുന്നു നമ്മുടെ കുറച്ച് വലിയ വണ്ടികളൊക്കെ വരുമല്ലോ, കുറച്ച് വളവുകളും. ആ റൂട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട് കയറിക്കഴിഞ്ഞാൽ ഉള്ള റൂട്ട് നല്ല സ്ട്രെയിറ്റ് റൂട്ടല്ലേ. അപ്പം അതുകൊണ്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഏർലി മോർണിംഗ് തിരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ വലിയ ട്രാവൽ വേണ്ടാന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ആർക്കായാലും രാത്രിയിൽ എല്ലാവരും ടയേർഡായിരിക്കുമല്ലോ. അങ്ങനെ പകല മതി ട്രാവലിന് ഞങ്ങൾ തീരുമാനിച്ചു. ബിക്കോസ് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ട്രാവലിൽ പോയാലും കുഴപ്പമില്ല, നമ്മൾ മെയിനായിട്ട് പോകുന്നത് നമ്മുടെ ആ ഒരു ബൈ റോഡ് ട്രാവൽ കുറച്ച് എൻജോയബിളായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അപ്പം നമ്മൾ വിചാരിച്ചു പതുക്കെ വണ്ടിയൊക്കെ നിർത്തി എല്ലായിടമൊക്കെ കണ്ട്, പിന്നെ കൊച്ചിനാണെങ്കിലും കുറച്ച് റിഫ്രഷ്മെൻ്റൊക്കെ ആവണമെങ്കിൽ പകൽ പോകുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു ടൈം ചൂസ് ചെയ്തത്. വെളുപ്പിനെ പോയത് കൊണ്ട് തന്നെ നമ്മൾ ഒരു 8 മണിക്കോ ഒക്കെ മുമ്പ് തന്നെ നമ്മൾ തമിഴ്നാട് കയറി. നമ്മുടെ എസ്പടമൊക്കെ കഴിഞ്ഞ് തമിഴ്നാട് കയറി. പിന്നെ നമ്മൾ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും പുറത്തുനിന്നായിരിക്കും ഫുഡ്, അപ്പോൾ മാക്സിമം നോൺ വെജ് അവോയ്ഡ് ചെയ്ത് വെജ് തന്നെ കഴിക്കാം എന്നൊരു തീരുമാനത്തിലായിരുന്നു പോയത്. പക്ഷേ അല്ലാത്തവരും, അത് താല്പര്യമില്ലാത്തവരാണ് കൂടുതൽ ആൾക്കാരും. എന്നാലും നമ്മൾ മാക്സിമം അതൊക്കെ അവോയ്ഡ് ചെയ്യുമ്പോൾ കൊച്ചിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫ്രൂട്ട്സൊക്കെ മാക്സിമം ഞങ്ങൾ വണ്ടിയിലെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്.
തമിഴ്നാട് കയറി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡ്രൈവിങ് നല്ല സ്മൂത്താണ്, സ്ട്രെയിറ്റ് റോഡല്ലേ, അപ്പം വലിയ ട്രാഫിക്കോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഓരോ റെസ്റ്റോറൻറ്റ് നോക്കി. എനിക്ക് തോന്നുന്നു അന്ന് അവധിയും കൂടെ August 15 ആയതുകൊണ്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സൊക്കെ അവധിയായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും കുറച്ച് തപ്പി. അപ്പോഴത്തേക്കിനും എല്ലാവർക്കും നല്ല വിശപ്പായി. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ബ്രെഡും ജാമും ഒക്കെ കൊണ്ടുപോയിട്ടുള്ളത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എന്തായാലും ഞങ്ങൾക്ക് അവസാനം ഒരു റെസ്റ്റോറൻറ്റ് കിട്ടി. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ നല്ല അടിപൊളി മസാല ദോശയും പൂരിയും ഒക്കെ ഉണ്ടായിരുന്നു. മോന് തമിഴ്നാട്ടിലെ പൂരിയും കോഫിയൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പതുക്കെ അവിടുന്ന് പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനിയിപ്പം ഒരു കുറച്ച് നേരം നല്ല ഡ്രൈവ് ചെയ്താലേ നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് ഉച്ചയെങ്കിലും ആകുമ്പോഴത്തേനും എത്താൻ പറ്റത്തുള്ളൂ. പിന്നെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട്, പിന്നെ കൊച്ചുണ്ടായത് നമുക്ക് ഒട്ടും ബോറടിക്കത്തില്ല. അവൻ്റെ ഓരോ കാര്യങ്ങൾ കണ്ട് ഡാൻസ് കളിച്ചിരിക്കുകയാണ് അവിടെ. ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ടിൽ പോവും, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പിന്നെ ചുമ്മാ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്, ഇവിടെ പോലീസുണ്ട് അവിടെ പോലീസുണ്ട് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ബാക്കിൽ വരും. ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ടിൽ പോയിരിക്കും. പിന്നെ ഇവരുടെ കൂടെ കുറച്ച് നേരമൊക്കെ കളിക്കും, ഡാൻസൊക്കെ കളിക്കും, തിരിച്ച് വരും. പിന്നെ കുറേ നേരം കിടന്നുറങ്ങും. പിന്നെ ബാക്കിൽ ഞാനും അമ്മയും, ഞങ്ങൾ 4 പേരല്ലേ അഡൽട്സ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ട്രാവലിൽ നമുക്കധികം ടയേർഡ്നെസ് വരത്തില്ല. സീറ്റിങ്ങോ ഒന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം അവനാണെങ്കിലും ഞങ്ങൾ ഫുൾ തലയണയും പുതപ്പും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിൽ. ഉറക്കം വരുവാണെങ്കിൽ ബാക്കിൽ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്നുറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അനിയനാണ് മോസ്റ്റ്ലി കുറേ ദൂരം അങ്ങോട്ട് ഡ്രൈവ് ചെയ്തത്. പിന്നെ എനിക്ക് ഡ്രൈവിങ് അറിയാം, പക്ഷേ ഞാൻ കുറേ നാളൊരു ബ്രേക്ക് എടുത്ത് മോൻ്റെ ഡെലിവറിയൊക്കെ ആയിട്ട് കുറേ നാൾ ബ്രേക്കൊക്കെ എടുത്തുകൊണ്ട് ഒരുപാട് നാൾ ഡ്രൈവ് ചെയ്യാതിരിക്കുകയായിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു ഇപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിലെ പോലെയല്ല, കുറച്ച് നല്ല സ്ട്രെയിറ്റ് റോഡല്ലേ, വലിയ ട്രാഫിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും കുറച്ച് ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാനും ഹൈവേ കയറ്റിയതായിരുന്നു കേട്ടോ. ഹൈവേയിൽ അത്യാവശ്യം നല്ല സ്പീഡിൽ നമുക്ക് പോവാമല്ലോ, അപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ 3 പേരും മാറി മാറി ഡ്രൈവ് ചെയ്തു. കൂടുതലും അനിയനും ചേട്ടനും തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്തെത്തുമ്പോൾ ഞാനും ഡ്രൈവ് ചെയ്യും. അവിടെയും എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ റൂട്ടിലും ഈ മധുര തേനി റൂട്ടിലും ഹൈവേയിൽ പണികളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, ബ്ലോക്കുകളോ ഒന്നും ഉണ്ടായില്ല. നമ്മളെന്തായാലും പാസ്സായാലും ലൈക്ക് ഡൈവേർട്ട് ചെയ്തിട്ടായാലും മെയിൻ റോഡിൽ കൂടെ തന്നെ ആയിരുന്നു നമ്മളെ ഡൈവേർഷൻസ് ഉണ്ടായിരുന്നതും. അപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് ആ ഒരു റൂട്ട് പോകാൻ പറ്റി. പിന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ റൂട്ട് പോകാനായിട്ട്. നമ്മൾ സ്ഥിരം പോകുന്നൊരു റൂട്ടാണ്. നമ്മൾ വണ്ടി എടുത്തിട്ടാണെങ്കിലും ഫസ്റ്റ് നമ്മൾ പോയത് തെങ്കാശി. എനിക്കെന്തോ ഇഷ്ടമാണ്. മേ ബി കുറേ നാൾ ചെന്നൈയിലായതുകൊണ്ടായിരിക്കാം. നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ, പ്രത്യേക വേറൊരു ടൈപ്പ് ഓഫ് അറ്റ്മോസ്ഫിയർ അല്ലേ. അപ്പോൾ അവിടെ എനിക്ക് ഇഷ്ടമായിരുന്നു അങ്ങനെ ഈ ഒരു റൂട്ട് പോകാൻ. പണ്ടേ എനിക്കിഷ്ടമാണ് ഈ റൂട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെയും കുറേ വിജനമായ റോഡുകൾ, വിജനത ഇല്ലാത്ത റോഡുകൾ, അങ്ങനെ കുറച്ച് ദൂരം പോയി. പിന്നെ നമ്മളുടെ ഈ തമിഴ്നാട് ഈ റൂട്ടെന്ന് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങളിങ്ങനെ തരിശു ഭൂമിയായിട്ട്, എനിക്കറിയില്ല ഇനി അവിടെ വല്ല കൃഷികളുണ്ടോ. കുറേ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് മാന്തോപ്പുകളും പിന്നെ ഈ പറഞ്ഞ തെങ്ങും തോപ്പുകളും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കാണാം. പക്ഷെ ഒരുപാട് സ്ഥലങ്ങളും കൂടുതലും ഇങ്ങനെ തരിശു ഭൂമിയായിട്ട് കിടക്കുന്ന പോലെ തോന്നി. ഇനി വല്ല കൃഷിയും ചെയ്യാനിട്ടേക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ മെയിനായിട്ട് ഞാൻ കണ്ടത് ഒരുപാട് റോഡ് സൈഡ് ഒരുപാട് വേപ്പ് മരങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ പോലല്ല, ഒരുപാടുണ്ട്. ഇതിനകത്തിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ അറൈവൽ ഏകദേശം 4:30 സമയത്ത് നമ്മൾ പോണ്ടിച്ചേരി എത്തുമെന്നാണ് കാണിക്കുന്നത്. ഇനിയും ഉണ്ട് 5 മണിക്കൂർ ട്രാവൽ. പിന്നെ നമ്മൾ വലിയ റഷൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഭയങ്കര ചില്ലായിട്ട് അടിച്ച് പൊളിച്ച് പതുക്കെ പോവാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടുത്തെ ഞങ്ങളുടെ പ്രധാന വിനോദം എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലപ്പേരുകൾ, നമ്മൾ നാട്ടിൽ കാണുന്ന പോലുള്ള സ്ഥലപ്പേരുകളല്ലല്ലോ. അപ്പോൾ ഭയങ്കര വ്യത്യസ്തമായ സ്ഥലങ്ങളുടെ പേരുകളൊക്കെ ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലമെത്തുമ്പോഴും അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ അർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പറഞ്ഞ് പോകാൻ. അറിയാമല്ലോ, ഫാമിലി ആയിട്ട് പോകുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മൾ ഫുൾ ഫ്രീഡം ആൻഡ് എൻജോയ്മെൻറ്റ് അങ്ങനെ ആയിരിക്കും നമുക്ക്. അങ്ങനെ ഇവിടെയാണെന്ന് തോന്നുന്നു കുറച്ച് ദൂരം ഞാനാണെന്ന് തോന്നുന്നു ഡ്രൈവ് ചെയ്യുന്നത്. ബിക്കോസ് ക്യാമറ ആംഗിൾ നല്ലതാണെങ്കിൽ അത് ഞാനല്ല ഷൂട്ട് ചെയ്യുന്നതെന്നായിരിക്കും.
ഇതെനിക്ക് തോന്നുന്നു ഞാൻ തന്നെ എടുത്തതാണെന്ന് കേട്ടോ, അറിയില്ല. എനിവേയ്സ് കുറച്ച് നേരം ഞാനും ഡ്രൈവ് ചെയ്തായിരുന്നു ഈ റൂട്ടിൽ. ഇവിടെ കുറച്ചൊക്കെ തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ടോളെത്തി. പിന്നെ കുറേ ടോളുകളുണ്ട് കേട്ടോ ഈ റൂട്ടിൽ. എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല, കറക്റ്റായിട്ട് അറിയില്ല, 10,000-2,000 രൂപയ്ക്ക് മുകളിൽ ഒരു സൈഡിൽ തന്നെ പോകുന്ന രീതിയിൽ ടോളുകളുണ്ടായിരുന്നു ആ റൂട്ടിൽ. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം ഒരുപാട് എൻട്രീസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങനെ ബ്ലോക്കോ അങ്ങനെ ലൈൻ കിടക്കേണ്ട ഒന്നും വന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുമായിരുന്നു. ഏകദേശം ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ചെറുതായിട്ട് വിശപ്പടിച്ചു തുടങ്ങി. അപ്പം നമ്മൾ ഏകദേശം അത്യാവശ്യം ഒരു നല്ല റെസ്റ്റോറൻറ്റ് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് കുറേ നോക്കി. അവസാനം ഞങ്ങൾ ആദ്യം കണ്ടിടത്ത് തന്നെ കയറി. അവിടുന്ന് നമ്മൾ വിചാരിച്ചു ശരി വെജ് വേറെ നോൺ വെജ് ഒന്നും കഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടൊരു സാധാരണ കടയായിരുന്നു. അവിടെ കയറി നമ്മൾ മീൽസ് വെജ് മീൽസ് ആയിരുന്നു, അത് കഴിച്ചു. അപ്പം നമ്മൾ അതുവരെ ഒരു റെസ്റ്റോറൻറ്റ്സും കണ്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ പോയപ്പോൾ ആദ്യം കിട്ടിയ റെസ്റ്റോറൻറ്റിലങ്ങ് കയറിയതാണ്. പക്ഷേ ആ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഇറങ്ങി പിന്നെ ഫുൾ റെസ്റ്റോറൻറ്റ്സിൻ്റെ മേളായിരുന്നു. ഞങ്ങൾ പറയുമായിരുന്നു അവിടെ കയറണ്ടായിരുന്നു, കുറച്ചുകൂടെ മുമ്പോട്ട് പിന്നെയും പോയായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു നമുക്ക് അറിയില്ലല്ലോ കിട്ടുമോ കിട്ടില്ലയോ, ഗൂഗിൾ മാപ്പൊക്കെ നോക്കാം, പക്ഷെ നോക്കിപ്പോയി കഴിഞ്ഞിട്ട് എങ്ങനെയുള്ള ഫുഡാണ് ഒന്നും അറിയില്ല. അപ്പം ഇവിടെ ആയപ്പം നമുക്ക് കുഴപ്പമില്ലായിരുന്നു. ചോറും അത്യാവശ്യം കറികളും ഒക്കെ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. പക്ഷേ ചില ഈ എന്താ പറയുക നോൺ വെജൊക്കെ കഴിക്കുന്നവർക്കാണെങ്കിൽ അത്ര ദഹിക്കത്തില്ല, പെട്ടെന്ന് വിശക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം ഞങ്ങൾ പിന്നെ എന്തായാലും കിട്ടിയതല്ലേ. മോൻ കഴിച്ചില്ല, അവന് അവിടുത്തെ ആ ചോറൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. അവൻ പിന്നെ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഫ്രൂട്ട്സും പിന്നെ അല്ലാതെ ബിസ്ക്കറ്റ്സൊന്നും അധികം കഴിക്കത്തില്ല, മെയിനായിട്ട് അവൻ ഫ്രൂട്ട്സ് കഴിച്ചോളൂ. അപ്പം അവൻ അന്ന് അതുകൊണ്ട് ചോറൊന്നും കഴിച്ചില്ല. പക്ഷേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവന് നല്ല ഇഷ്ടമായി. ഞാൻ പറഞ്ഞില്ല, പൂരിയും കോഫിയൊക്കെ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവിടെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വീട്ടിലിരിക്കുമ്പോൾ കഴിക്കാനുള്ള പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഹോട്ടൽസിൽ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കയറുവാണെങ്കിൽ അയാൾക്ക് കഴിക്കാനൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്തോ ഇവിടുത്തെ ചോറ് ഇഷ്ടമായില്ല അയാൾക്ക് അങ്ങോട്ട്, അതുകൊണ്ടത് കഴിച്ചില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇനി കുറച്ച് നല്ലൊരു ഡ്രൈവ്, കുറച്ചൊരു റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ കുറച്ച് നല്ല ഡ്രൈവ് ആയിക്കോട്ടെ. ഇനിയും ഏകദേശം 5:24 ഫുഡ് കഴിച്ച ടൈം കൂടെ എടുത്തപ്പം 5:24 നമ്മുടെ അറൈവൽ ടൈം കാണിക്കുന്നത്. അങ്ങനെ ഇത് ഹൈവേ ആയിരുന്നു. ഇവിടെ ഞാൻ കുറച്ച് നേരം ഡ്രൈവ് ചെയ്തു. നല്ല സ്മൂത്ത് റോഡൊക്കെ ആയിരുന്നു. അങ്ങനെ നല്ല കുറച്ച് ദൂരം എനിക്ക് പോകാൻ പറ്റി. ആക്ച്വലി ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിർത്തരുത് എന്നുള്ള രീതിക്കായിരുന്നു. പക്ഷേ ആ പോക്കോടുകൂടി ഞാൻ പിന്നെയും ഡ്രൈവ് ചെയ്ത് നിർത്തി. പിന്നെയും മടി പിടിച്ചിരിക്കുകയാണ്. പക്ഷേ ഇനിയും തുടങ്ങണം.
അങ്ങനെ കുറച്ച് നേരം നല്ല ജോളിയായിട്ട് നമ്മൾ പോയി. ഇനിയിപ്പോൾ എവിടെയെങ്കിലും കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിച്ചു. കാരണം എല്ലാവർക്കും 4 മണിക്ക് തന്നെ ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് എസ്പെഷ്യലി എനിക്ക് കേട്ടോ, എനിക്ക് സമയത്തിന് ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് നല്ല തലവേദന തുടങ്ങും. അപ്പം നമ്മൾ പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ ചായ കുടിക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ വണ്ടിക്കകത്ത് കുറേ അലമ്പും ബഹളവും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ കൂടെ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഡയലോഗ്സൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ട്. ധ്യാനൊന്നും ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചിട്ടില്ല, വിശപ്പില്ലായിരുന്നു ധ്യാൻ. അതുകൊണ്ട് ധ്യാൻ ഫ്രൂട്ട്സ് മാത്രമേ കഴിച്ചുള്ളൂ. നല്ലതാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്നതിനേക്കാൾ നല്ല ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇവിടെ നമ്മുടെ ദാദി ചിറ്റപ്പനുണ്ട്, സിന്ധു അമ്മൂമ്മയുണ്ട്. അവരുടെ കൂടാണ് ധ്യാൻ ഇരുന്ന് ചില്ല് ചെയ്യുന്നത്. എവിടോട്ടാണ് നമ്മൾ പോകുന്നത്? ഫുഡ് കഴിച്ചില്ല ധ്യാൻ, ചോറ് കഴിച്ചില്ല. ധ്യാൻ ചോറ് കഴിച്ചില്ല. ഞാൻ രാവിലെ കഴിച്ചത് പൂരിയാണ്. ധ്യാൻ ഇവിടുത്തെ പൂരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ പൂരി കഴിച്ചത് രാവിലെ ഒരു 8:30 ആയപ്പോൾ നമ്മൾ തെങ്കാശിയിലെത്തിയായിരുന്നു. തെങ്കാശിന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പം ധ്യാൻ കഴിച്ചത് പൂരിയും തേങ്ങാ ചട്നിയുമാണ്. മുടി വെട്ടി ബാക്ക് കയറി ഇറങ്ങിയിരിക്കുന്നു. ധ്യാൻ ഇന്നലെ പോയി മുടിയൊക്കെ വെട്ടി വൃത്തിയായിട്ട് സ്റ്റൈലായിട്ട്. ആരുടെ കൂട്ട ധ്യാൻ മുടി വെട്ടിയത്? ദുൽഖർ സൽമാന്റെ കൂട്ട് മുടി വെട്ടിട്ട് വന്നേക്കാണ്. ഇനി ഇങ്ങനെ പറ ധ്യാൻ, പ്ലീസ് എന്തെങ്കിലും സ്പീക്കൂ. ഗായ്സ്, അപ്പൊ ധ്യാൻ പറയുന്നത് ധ്യാന്റെ ചിറ്റപ്പനുമായിട്ട് അടിയുണ്ടായിരുന്നു. കേരളം കത്തു. മഴക്കോളുണ്ടെന്ന് തോന്നുന്നു, അല്ലെന്ന് തോന്നുന്നു. ആക്ച്വലി ഞാൻ കണ്ണാടി വെച്ചോണ്ട് എനിക്ക് മഴക്കോളുണ്ടെന്ന് തോന്നിയത്. സത്യത്തിൽ അത്ര വലിയ മഴക്കോളൊന്നുമില്ല. ഇറ്റ്സ് വെരി നൈസ് ക്ലൈമറ്റ് നൗ. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു കൂളിംഗ് ഗ്ലാസ്സേ ഉള്ളൂ, സൺഗ്ലാസേ ഉള്ളൂ. പിന്നെ അവിടെ കുറച്ച് നേരം വണ്ടി നിർത്തി. ഞങ്ങൾ കുറച്ച് നേരം അവിടെ മറ്റേ ചെന്നൈ കിലോമീറ്ററൊക്കെ എഴുതിയൊരു മയിൽക്കുറ്റി ഉണ്ടായിരുന്നു. അവിടെ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരം എന്തായാലും കുറച്ച് നേരം കൂടി ഇരിക്കുകയല്ലേ എല്ലാവരും, ഫ്രണ്ടിലോട്ട് കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടെ ഒരു ചായക്കടയും കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് കുറച്ച് നേരം ഈ നടക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഇരിക്കുകയല്ലേ എല്ലാവരും. പ്രത്യേകിച്ച് അമ്മയൊക്കെ ബാക്കിലിരിക്കുന്നതുകൊണ്ട് ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ടിലോട്ടും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. എല്ലാവരും ഒറ്റ ഇരിപ്പിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം നടന്നു. വണ്ടി കൊണ്ട് ചേട്ടൻ കുറച്ച് മുമ്പോട്ട് പോയി. അങ്ങനെ അവിടെ ഒരു കടയിൽ കയറി ഞങ്ങൾ നല്ല ചായയൊക്കെ കുടിച്ചു. നല്ല ചായയാണ് കേട്ടോ. എനിക്കറിഞ്ഞൂടെ ഇവിടെ പശുവും പാല് തന്നെയാണോ യൂസ് ചെയ്യുന്നത്, അതോ ഇനി വല്ല വേറെ പാലോ എന്തെങ്കിലും ആണോ അറിയില്ല. എന്തായാലും നല്ല ചായയായിരുന്നു, നല്ല ഇലക്കിട്ട ചായയായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് പേരയ്ക്ക കിട്ടി, നല്ല ഫ്രഷ് പേരയ്ക്ക. അപ്പം വെച്ചുകൊണ്ട് വന്നായിരുന്നേ, നല്ല ഇലയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ഫ്രഷ് പേരയ്ക്ക കിട്ടി. അങ്ങനെ ഞങ്ങൾ പേരയ്ക്ക വാങ്ങിച്ചു. അവിടെ ഒരാൾ കൊണ്ടുവന്നതായിരുന്നു പേരയ്ക്കായിട്ട്. അപ്പം അവനിഷ്ടമാണ്, മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതൊക്കെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ചും കൂടെ. പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെയും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു കുറച്ച് ദൂരവും കൂടെ. ഉറക്കമൊന്നും വന്നില്ല കേട്ടോ. മേ ബി പകലാണെങ്കിൽ എനിക്ക് വണ്ടിയെ കയറി ഉറക്കം വരുന്നതാണ്. കൊച്ചു ഉറങ്ങിയതൊന്നുമില്ല. സാധാരണ ഞാൻ വിചാരിച്ചു അവൻ ഉറങ്ങുമായിരിക്കും, അവൻ ഉറങ്ങിയൊന്നുമില്ല. ഞങ്ങൾ ഫുൾ ഓണായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൃച്ചി എന്നുള്ള റൂട്ട് കയറി. ഒരു സംഭവം കാണിക്കാവേ. അതുകൊണ്ട് കണ്ടോ ചേച്ചിമാർ പോകുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പോവോ അമ്മമാർ, നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ പോവോ? വണ്ടി കിട്ടിയില്ലെങ്കിൽ ഓട്ടോ പിടിച്ചൊക്കെയല്ലേ പോകത്തുള്ളൂ.
ഇത് കണ്ടോ, ചേച്ചിമാർ നല്ല അടിപൊളിയായിട്ട് വണ്ടിക്കകത്ത് തൂങ്ങിപ്പോകുന്നത്. അങ്ങനെ വേണം. ഇനി ഇവിടെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്, ഈവൻ പ്രായമായ സ്ത്രീകൾ വരെയും നമ്മുടെ ലൂണയ്ക്കകത്ത് നല്ല സുഖമായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ വേണം സ്ത്രീകളായാൽ, അല്ലേ? ഏത് സാഹചര്യത്തിലും അവർ ജീവിച്ചു പൊക്കോളും. അങ്ങനെ ഞങ്ങൾ പിന്നെയും ഇവിടെയൊക്കെ കുറച്ച് ചെറിയ റോഡുകളാണ് കേട്ടോ, ഇത് മെയിൻ ഹൈവേ അല്ല. ഞങ്ങൾക്ക് വഴിതെറ്റിയൊന്നും ആവാൻ സാധ്യതയില്ല. റൂട്ട് മാപ്പ് കാണിച്ച റൂട്ടിൽ കൂടെയാണ് പോകുന്നത്. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ നല്ല ഒരു റൂട്ടായിരുന്നു കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല, നാട്ടും പ്രദേശം പോലൊരു സ്ഥലം. അത്യാവശ്യം രണ്ട് സൈഡിലും വയലൊക്കെ ആയിട്ട് നല്ല കൂളായിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ പോയത് നല്ല തിരക്കുള്ള സമയത്തായിരുന്നു. ഞങ്ങൾക്ക് റൂംസൊക്കെ കിട്ടാനായിട്ട് നല്ല പാടായിരുന്നു. ചെറിയ റൂംസ് വരെ ഭയങ്കര റേറ്റായിരുന്നു ഇട്ടിരുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ ഓഗസ്റ്റ് 15 ആ ഒരു ടൈമായിരുന്നു. അന്നേരം ഒന്നും ഭയങ്കര തിരക്ക്. സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്തൊന്നും പോണ്ടിച്ചേരി പോകാൻ പാടില്ല. ഞങ്ങൾ താമസിച്ചത് രവികൃഷ്ണ എന്ന് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു. വലിയ സംഭവമൊന്നും ഇല്ലായിരുന്നു, വേറെ ഒന്നും കിട്ടാനില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു യാത്രയായിരുന്നു ഇത്. അങ്ങനെ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുമൊന്നുമില്ല. പോണ്ടിയിൽ മുമ്പ് ചെന്നൈയിൽ നിന്നപ്പോൾ പോയിട്ടുണ്ട്, പക്ഷേ അവിടെ നമ്മൾ സ്റ്റേ ഒന്നും കാണിച്ചിട്ടില്ല. നമ്മൾ ചെന്നൈ ടു പോണ്ടിച്ചേരി ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ടുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 1-2 തവണ പോയിട്ടുണ്ട്. പക്ഷേ ഇത് സ്റ്റേ അടിക്കാമെന്ന് പ്ലാൻ ചെയ്തത് ഈ ഓഗസ്റ്റ് 15 ഒരു അവധിയും കൂടെ ഒക്കെ കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. അമ്മയൊന്നും വരുമെന്ന് വിചാരിച്ചതേ ഇല്ല. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ അമ്മ പറഞ്ഞാൽ എന്നാൽ ശരി ഞാൻ വരാം, അങ്ങനെ ഒരു സ്പിരിറ്റിൽ വന്നതാണ്. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഞാൻ പോണ്ടിച്ചേരി ചെന്നപ്പോൾ ഇതുപോലെ പോണ്ടിച്ചേരി തിരക്ക് കണ്ടിട്ടില്ല, അതുപോലെ ഞെട്ടിപ്പോയി. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ റൂം ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് എന്നാലും വേണ്ടിയില്ല, കുഴപ്പമില്ല, ഏത് റൂമായാലും കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഒരു ഡ്രൈവ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ റൂം എടുത്തു. റൂമിൽ കയറി ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാം. നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മറ്റേ റോക്ക് ബീച്ച് വരുന്നത്. അപ്പം അങ്ങോട്ടൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോയപ്പോൾ അവിടെ അടുക്കാൻ പറ്റത്തില്ല, അതുപോലെ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഓഗസ്റ്റ് 15 പ്രോഗ്രാമും മറ്റേ അവിടെ ഒരു പോണ്ടിച്ചേരിയുടെ പാലസൊക്കെ ഉണ്ടല്ലോ, എനിക്കറിയില്ല പേരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം ഫുൾ അടച്ച് ആ റോഡൊക്കെ ഫുൾ ആൾ എന്ന് വെച്ചാൽ നമുക്ക് ഈവൻ നടന്നു പോകാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു റോക്ക് ബീച്ചിൽ. പിന്നെയും ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഡ്രൈവ് ചെയ്ത് നമ്മൾ നടന്നല്ലേ പോകുന്നത്, അപ്പം ചുമ്മാ നടന്ന് എക്സ്പ്ലോറൊക്കെ ചെയ്ത് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതിലേക്കൂടെയൊക്കെ നടന്ന് കുറച്ച് നേരം ബീച്ചിലൊക്കെ പോയിരുന്നു. ബീച്ചിലും തിരക്ക്, ബീച്ച് റോഡിലും തിരക്ക്. ഈവൻ ഇങ്ങനെ കണ്ടില്ലേ, ഇതിപ്പം ഇത്രയും അല്ലായിരുന്നു തിരക്ക് കേട്ടോ. ഇതിപ്പം മെയിൻ റോഡാണ്, വണ്ടി പോകുന്ന റോഡായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ബീച്ച് സൈഡിലോട്ട് അടുക്കും തോറും തിരക്ക് കൂടി വരുമായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ തിരക്കുള്ള സമയത്തൊക്കെ പോകാതിരിക്കുന്നത് നല്ലത്. ഞാൻ ഈ ഒരു വൈകുന്നേരം പോയി ഞാൻ ഇച്ചിരി മടുത്തു പോയി. കാരണം എനിക്ക് അത്രയും തിരക്ക് കണ്ടപ്പോഴത്തേനും ഭയങ്കര ഫ്രസ്ട്രേഷനായിപ്പോയി. പക്ഷേ കുഴപ്പമില്ല, നാളെയാണല്ലോ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. മോനും നടക്കാൻ വയ്യ, ക്ഷീണിച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവനെയും എടുത്തും ഒക്കെ ഞങ്ങൾ ബീച്ചിലെത്തി. ആ ബീച്ചിനോട് ചേർന്നാണ് ഞാൻ ഈ പറഞ്ഞ ഇതിൻ്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ മറന്നുപോയി, സോറി. അറിയാവുന്നല്ലോ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അവിടെയും എന്തൊക്കെയോ ഈ പ്രോഗ്രാംസ് 15 പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യനൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു ആ സമയത്ത് പോണ്ടിച്ചേരി എത്താനായിട്ട്. പിന്നെ കാണാൻ ഒരുപാട് ലൈറ്റിങ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഡെക്കറേഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വഴി കൂടെ പതുക്കെ നടന്ന്, പിന്നെ ഹോട്ടൽ അടുത്തായതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് നടന്നാലും തിരിച്ച് ചെല്ലാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വഴി കൂടെ നടന്ന് വാങ്ങിക്കാൻ സാധനങ്ങൾ ഷോപ്പിംഗ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, തിരക്കായതുകൊണ്ട് അതൊന്നും ചെയ്തില്ല. ജസ്റ്റ് കുറച്ച് നേരം ബീച്ചിൽ പോയിരിക്കാം, എന്തായാലും ഇത്ര നേരം ഡ്രൈവ് ചെയ്ത് ഇരുന്നൊക്കെ വന്നതല്ലേ, അപ്പോൾ ഒന്ന് നടന്നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് ദൂരം ആ വഴികളിലൂടെയൊക്കെ നടന്ന് പോവാണ്. ഇതാണ് റോക്ക് ബീച്ചിൻ്റെ സൈഡിലുള്ള ബീച്ച് റോഡ്. ഇതിലേക്കൂടെ വണ്ടി ഒന്നും കയറ്റി വിടത്തില്ല, വളരെ നല്ല കാര്യം. അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് റോഡിൽ നടക്കാനൊക്കെ പറ്റും. പിന്നെ ഇവിടെ കുറച്ച് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുക, അവിടെ അടുത്തെവിടെന്നെങ്കിലും പോയി ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങാം. ഈ വ്ളോഗിൽ വലിയ അധികമായിട്ട് കാണാനായിട്ടൊന്നുമില്ല, കൂടുതലും ട്രാവലായിരുന്നായിരിക്കാം. പക്ഷേ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക്
പോണ്ടിയിലുള്ള മറ്റ് സ്ഥലങ്ങൾ. നമ്മൾ മെയിനായിട്ട് പോയത് മറ്റേ ആരോവില്ല അവിടെ പോയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെന്നൈ പോയായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ചെന്നൈയിൽ, അവളെ പിക്ക് ചെയ്തിട്ട് നാട്ടിൽ പോകണം എന്നൊക്കെ ആണ് ഞങ്ങളുടെ പ്ലാന്. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ കൂടുതൽ സ്ഥലങ്ങൾ, മഹാബലിപുരം ഇതൊക്കെ കാണും. അപ്പം എല്ലാവരും മിസ് ചെയ്യാതെ അടുത്ത വീഡിയോ കാണുക. സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, ബൈ. சாரி நடனம், இந்த ராஜஸ்தான் நடனம் பிரபலமான நாட்டுப்புற நடனங்களில் இதுவும் ஒன்று. மேலும் பெண் நடன கலைஞர்கள் வண்ண வண்ண உடை உடுத்தி பித்தளை சாரி அவர்களை தலையில் தாங்கி